الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മെ ഏറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഗൗരവത്തിൽ ഉണർത്തുകയാണ്. കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ നാം മനസ്സിലാക്കിയ വിഷയങ്ങൾ ഇന്ന് പലപ്പോഴും പല ആളുകളും നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന തിന്മയാണെന്നറിയാം. എന്നാലും ആ തിന്മയെ അത് ചെറുതല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും ആ തിന്മയെ സമീപിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. അത്തരം തിന്മകളുടെ ഗൗരവത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള, എന്നാൽ നമ്മളിൽ പലരും അതൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകൾ ഹദീസുകളിലൂടെ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്നാണ് തൻ്റെ കഴിവും പ്രതാപവും ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവൻ്റെ ഭൂമി കൈകലാക്കുക, തൻ്റെ സ്വന്തമാക്കി തീർക്കുക എന്നുള്ളത്. അതിന് കള്ളസാക്ഷ്യം പറയാനും കള്ളസാക്ഷ്യം പറയിപ്പിക്കുവാനും വരെ ആളുകളുണ്ട്.
സ്വത്ത് തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തനിക്ക് അർഹമില്ലാത്ത സ്വത്തുക്കൾ തൻ്റെ കയ്യിലാക്കാൻ വേണ്ടി അതിനെ പല രീതിയിലും ആളുകളെ സമീപിക്കുകയും അത് തനിക്ക് തന്നെ കിട്ടണം എന്ന വാശിയോടുകൂടി തനിക്ക് അർഹമില്ലാത്ത വസ്തു തൻ്റെ കൈകലാക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. സത്യത്തില് ഈ ഭൂമി തട്ടിയെടുത്തത് കൊണ്ട് ഒരുപക്ഷെ തട്ടിയെടുത്ത ഭൂമിയിൽ ഒരു വീടുണ്ടാക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതിനു മുമ്പേ ആരുടെ മണ്ണിലേക്ക് പോയെന്ന് വരും. പക്ഷെ നാം ചെയ്തിരിക്കുന്ന ഈ തിന്മകൾ നാം ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ ശേഷത്തിൽ അവിടെ ബാക്കിയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഖദ മിനൽ അർളി ഷൈഅൻ ബിഗൈരി ഹഖ്ഖിഹി, ആരെങ്കിലും തനിക്ക് അവകാശമില്ലാത്ത ഭൂമി കൈവശപ്പെടുത്തുകയാണെങ്കിൽ, അവകാശപ്പെട്ടതാണെങ്കിൽ അത് വായിക്കാം, അത് പിന്നെ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പോരാടാം. പക്ഷെ അവകാശപ്പെടാത്ത ഭൂമി ആരെങ്കിലും കൈക്കലാക്കുകയാണെങ്കിൽ ഖുസിഫ ബിഹി യൗമൽ ഖിയാമത്തി ഇലാ 70 അർളീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ ഖിയാമത്ത് നാളിൽ 7 ഭൂമിയുടെ അടിയിലേക്ക് അവനെ താഴ്ത്തിക്കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അപ്പൊ ചില്ലറ കാര്യമല്ലത്. അന്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ അയൽവാസി എന്നെ ആയിക്കൊള്ളുന്നില്ല. ജ്യേഷ്ഠന് കിട്ടേണ്ടത് അനുജൻ അവകാശമില്ലാതെ പിടിച്ചെടുത്താലും, സഹോദരിയുടെ സഹോദരന്റെ ഭൂമി തനിക്ക് അർഹമല്ലാത്തത് പിടിച്ചെടുക്കുകയാണെങ്കിലും ഏതാണെങ്കിലും ശരി, തീർച്ചയായും അവർക്കുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, ലഅനല്ലാഹു മൻ ഗയ്യറ മശാറിൽ അർദ്, ഒരാള് ഭൂമിയുടെ അടയാളങ്ങൾ മാറ്റിവെക്കുക. സ്ഥലങ്ങൾ അളക്കുന്ന സമയത്ത് ഒരു കല്ലൊരു അംശം നമ്മൾ വിചാരിക്കൽ എന്താണ്, അത് ചെറുതല്ലേ, അത് ചെറുതായിട്ടൊന്ന് കാല കൊണ്ട് തട്ടിയാൽ തന്റെ സഹോദരൻ കാണുന്നില്ല, മറ്റുള്ളവർ കാണുന്നില്ല, പക്ഷെ ആര് കാണുന്നുണ്ട്, റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ചിന്ത വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. വേറെ ആരും കണ്ടില്ലെങ്കിലും തന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഒരു വിചാരമാണ് സഹോദരന്മാരെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇതൊന്നും നിസ്സാരമില്ല, വളരെ ഗൗരവമുള്ള തിന്മയായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. ഇനി ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ഇതേപോലെ മറ്റുള്ളവന്റെ അവകാശങ്ങൾ അർഹമില്ലാതെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ സന്നദ്ധമായി തീരണം. ഇനിങ്ങനെ ഇപ്പൊ തിരിച്ചു കൊടുക്കാൻ ആലോചിക്കുക. കാരണം എന്താണ്, തിരിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. കാരണം തനിക്കത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ഇതാ തനിക്ക് അവകാശമില്ലാത്ത വസ്തു തനിക്ക് തന്നെ ഞാൻ തിരിച്ചു തരികയാണ് എന്ന് പറയാൻ സാധിച്ചാൽ അവിടെ വലിയൊരു ബർക്കത്തുണ്ടായിത്തീരും സഹോദരന്മാരെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം, ഹറാമ് തിന്നുക. ഹറാമിന്റെ വശങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഭയമില്ലാത്തവർ അവർ എങ്ങനെ സമ്പാദിക്കുന്നതെന്ന് പോലും ആലോചിക്കാറില്ല. തന്റെ സമ്പാദം എങ്ങനെ വരുന്നു, പലിശയിലൂടെ തന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പലിശ അത് ഗൗരവത്തിലെടുക്കാതെ തന്റെ സമ്പത്തിലേക്ക് മാറ്റിവെക്കുന്നവരുണ്ട്, കൈക്കൂലികൾ വാങ്ങുന്നവരുണ്ട്, തട്ടിപ്പറിച്ചത് പിടിച്ചെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പലതും ഇസ്ലാം അനുവദിക്കാത്ത തരത്തിലുള്ള സംഗീതങ്ങളും മ്യൂസിക്കുകളും അതേപോലെ തന്നെ വ്യഭിചാരത്തിന് വേണ്ടിയുള്ള പണികൾ ചെയ്ത് അതിന്റെ സമ്പത്ത് കൈക്കലാക്കുന്ന, അത് കച്ചവടമാക്കി മാറ്റുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ഇതൊന്നും അനുവദനീയമല്ല. ഹറാമിന്റെ ഏതെങ്കിലും ഒരു വശങ്ങൾ തന്റെ സമ്പത്തിലുണ്ടെങ്കിൽ, തന്റെ അക്കൗണ്ടിലേക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി, നിഷിദ്ധ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകമല്ലാതെ വേറൊന്നുമില്ല എന്നാണ്.
നിഷിദ്ധമായത് എന്താണ് നമുക്കറിയാം. എന്താണ് അത്? കുറ്റമാണ്, അത് തെറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാലും അങ്ങനെ ഉണ്ടല്ലോ, എന്നാലും എന്ന് പറഞ്ഞിട്ടാണ് അത് നമ്മൾ കച്ചവടം ചെയ്യുക. ആ കച്ചവടം ചെയ്യാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് ചെയ്താൽ എന്താണ്? അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഷിദ്ധമായ സമ്പാദ്യത്തിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണികളാണെങ്കിലും, ഇപ്പോ നമുക്കറിയാലോ, ലഹരി വസ്തുക്കൾ ഇന്ന് വ്യാപകമാണ്. ചെറിയ കുട്ടികളടക്കം ലഹരി വസ്തുവിന്റെ അടിമകളായി തീർന്നിരിക്കുക. പല നാടുകളിൽ നിന്നും വരുമ്പോൾ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ അവൻ അറിയാതെ അവന്റെ ബാഗിലേക്ക് വെക്കുന്നു. ഇങ്ങനെ പാവപ്പെട്ട എത്രയോ മനുഷ്യർ വിദേശങ്ങളിൽ ജയിലുകളിൽ കഴിഞ്ഞുകൊള്ളുന്ന ആൾക്കാരുണ്ട് സഹോദരന്മാരെ. ലഹരി ഒരു കച്ചവടമായി മാറുകയാണ്. എന്നിട്ട് പറയാ എന്താണ്? ഞാൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? നമ്മൾ കള്ളു കുടിക്കുന്നില്ല, അതുകൊണ്ട് കള്ളു വിൽക്കാൻ പറ്റുമോ? പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഷിദ്ധമായിട്ടുള്ള ഏത് കാര്യങ്ങളുണ്ടോ സമ്പാദിക്കുന്നത് അത് മുഴുവൻ ഹറാമാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. ഇതേപോലെ തന്നെയാണ് ലഹരിയുടെ കാര്യങ്ങൾ. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞു, വിശ്വാസികളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല. വിശ്വാസികളെ നിങ്ങൾക്ക് കള്ള് ഹറാമാണ് എന്ന് പഠിപ്പിച്ചു. അതേപോലെ പ്രശ്നം വെക്കുന്ന, അതേപോലെ തന്നെ ചീട്ട്, ഇങ്ങനെ തുടങ്ങിയ പല സാധനങ്ങളും അത് പിശാചിന്റെ പണികളാണ്, പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒഴിവാക്കണമെന്ന് പഠിപ്പിച്ചു. പലതരത്തിലാണ്. ഓൺലൈനിലൂടെ ഗെയിമുകൾ കളിച്ച് സമ്പാദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. എന്നിട്ട് പറയുന്നതാണ്, അത് ഇന്റെ കച്ചവടമാണ്, ഞാൻ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? പിന്നെ എന്താണ് തെറ്റെന്നാ ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. പല രീതിയിലുമാണ്. എത്രയോ കോടിക്കണക്കിന് രൂപകൾ ഗെയിം കളിച്ചതിലൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ഹറാമാണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. പിശാച് നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ശീലിപ്പിക്കും, അത് പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ കുറച്ച് ചെയ്തോന്നല്ല, നിങ്ങൾ മുഴുവനായിട്ടും വെടിയണം. അങ്ങനെയാണെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായേക്കാന്നാണ്. ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറിയുടെ പൈസ കൊണ്ട് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ സഹോദരന്മാരെ? നമ്മൾ വിചാരിക്കും കോടിക്കണക്കിന് കിട്ടുന്നുണ്ടല്ലോ. ലോട്ടറി അടിച്ചവൻ തന്നെ വിചാരിക്കുന്നത് ഇനി അടിക്കണ്ടെന്നാണ്, ഇനത് വേണ്ടെന്നാ. കാരണം എന്താണ്? അതുപോലെ പ്രയാസങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. ഇതേപോലെ തന്നെയാണ് ലഹരിയുടെയും വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലല്ലാഹി അഹദൻ ലിമൻ യശ്റബുൽ മുസ്കർ അൻ യുസ്ഖിഹു മിൻ തീനത്തിൽ ഖബാൽ. കള്ളു കുടിക്കുന്ന ആളുകൾ, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തീനത്തുൽ ഖബാലിൽ നിന്നാണ് അവരെ കുടിപ്പിക്കപ്പെടുക. അപ്പൊ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഈ തീനത്തുൽ ഖബാൽ? എന്താണ് റസൂൽ തീനത്തുൽ ഖബാൽ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഇർഖു അഹ്ലിന്നാർ ഔ ഉസാറതു അഹ്ലിന്നാർ. അത് നരകക്കാരുടെ വിയർപ്പാണ്, അല്ലെങ്കിൽ നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ദ്രാവകമാണ്, വളരെ മ്ലേച്ഛമായിട്ടുള്ള ദ്രാവകം. ഈ ദ്രാവകമാണ് കള്ളുകുടിയന്മാരായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് കുടിക്കാൻ കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. ഒരു 4 ഉറുപ്പികൾക്ക് വേണ്ടി എന്താണ് ലഹരി കച്ചവടം ചെയ്യുന്ന ആളുകൾ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കരിൻ ഖംറുൻ വ കുല്ലു മുസ്കരിൻ ഹറാം. എല്ലാ ലഹരി പദാർത്ഥങ്ങളും അതെന്താണ്? അത് ഹറാമാണ്.
അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചായാലും കൂടുതലായാലും എല്ലാം തെറ്റന്നെയാണ്. നമ്മൾ പിന്നെ അതിനെ ന്യായീകരിക്കരുത്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയശ്റബന്ന നാസ് മിൻ ഉമ്മത്തി അൽ ഖംറ യസുമ്മൂനഹ ബിഗൈരി ഇസ്മിഹാ. എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ അവരെന്ത് ചെയ്യും? കുടിക്കുന്ന, എന്താണ് കുടിക്കുക? കള്ളിന് പേര് മാറ്റിക്കൊണ്ട്, മദ്യത്തെ പേര് മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യും? അവർ കുടിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇന്ന് പല തരത്തിലുമാണ് പേരുകൾ. നമുക്ക് പോലും അറിയാൻ പറ്റാത്ത തരത്തിലാണ് എന്ത് ഈ പേരുകൾ. മറ്റൊരു പേരിൽ അറിയപ്പെടുകയും അത് കുടിക്കുകയും ചെയ്യുന്ന ചെറിയ മക്കളടക്കം, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ മദ്യത്തിന് അടിമകളായി തീരുന്ന കാലഘട്ടത്തിലാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിന് നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല, വലിയൊരു തെറ്റായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെയാണ് ഇന്ന് പലരും നമ്മളൊക്കെ മനസ്സിലാക്കിയതാണെങ്കിലും എന്നാലും ചില തിന്മയിൽ നമുക്ക് മാറി നിൽക്കാൻ വല്ലാത്തൊരു പ്രയാസമാണ്. അതിനോട് മാത്രം എനിക്ക് മാറി നിൽക്കാൻ പറ്റുന്നില്ല. അതിൽപ്പെട്ട ഒന്നാണ് സഹോദരന്മാരെ സംഗീതം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എങ്ങനെ പറയും? സംഗീതം ഹറാമാണോ? അത് തെറ്റാണോ? അത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് ഖുർആനിലുണ്ടോ? അത് ഹദീസിലുണ്ടോ? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞത്, വമിനൻ നാസി മൻ യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് വിനോദ വാർത്തകൾ അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയുന്ന തരത്തിൽ, വഴിപിഴപ്പിക്കുന്ന രീതിയിൽ വിനോദ വാർത്തകൾ വായിക്കുന്ന ആളുകളുണ്ട്. ഈ ആയത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദ് റഹ്മത്തുള്ളാഹി, അതേപോലെ തന്നെ ഇമാം ഖതാദ, ഇങ്ങനെ തുടങ്ങിയ മുഫസ്സിരീങ്ങളായിട്ടുള്ള ആളുകളൊക്കെ പഠിപ്പിച്ചത് അതെന്താണ്? സംഗീതമാണെന്നാണ്. ആ സംഗീതത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലയകൂനന്ന ഫി ഹാദിഹിൽ ഉമ്മ ഖസഫും വഖദഫും വമസ്ഖുൻ വദാലിക ഇദാ ശറബുൽ ഖുമൂർ വത്തഖദുൽ ഖൈനാത്ത് വളറബുൽ മആസിഫ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഉമ്മത്തിൽ തുരുതുരാ ചരൽ വർഷങ്ങൾ, ഭൂകമ്പങ്ങൾ, അടിക്കടിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. 3 കാര്യങ്ങൾ അവരിൽ ഉണ്ടാകുന്ന സമയത്ത് അതിലൊന്ന് പറഞ്ഞു തന്നറിയും സഹോദരന്മാരെ, ഇദാ ശറബൽ ഖുമൂർ, കള്ളുകുടിയന്മാരായ ആളുകൾ എന്ത് ചെയ്യുക? വ്യാപിക്കുക. നാട്ടിൽ എന്ത് ചെയ്യുക? കള്ളുകുടി വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരും. അതേപോലെ തന്നെ നൃത്തം ചവിട്ടുന്ന സ്ത്രീകൾ അധികരിക്കുന്ന ഒരു കാലഘട്ടം വരും. സംഗീതത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിത്തീരും. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്തു? എൻ്റെ ഉമ്മത്തിൽ തുരുതര അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. സംഗീതമില്ലാത്ത വിവാഹവേളകൾ വളരെ അപൂർവമാണ് ഇപ്പോഴേ. അതില്ലെങ്കിൽ കല്യാണില്ല എന്നാണ്. സംഗീതങ്ങളില്ലാത്ത ഷോപ്പിന്റെ ഉദ്ഘാടനങ്ങളില്ല. സംഗീതങ്ങളില്ലാത്ത സ്ഥാപനങ്ങൾ വളരെ അപൂർവം. എന്താണ് പറയുന്നത്? അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നാണ്. അതൊന്നും ചെയ്യാതെ വിവാഹം ചെയ്യാൻ പറ്റുമെന്നാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിച്ചു നോക്കിയട്ടെ. അള്ളാഹു ഹറാമാക്കിയ, അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കെ അവിടെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ സംവിധാനം ചെയ്യുകയാണെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് മാതാപിതാക്കൾ പറയല്, എൻ്റെ മകൻ അങ്ങനെ ചെയ്ത ഞാൻ എന്ത് തെറ്റുകാരനാണെന്ന്. സഹോദരന്മാർ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീടുകളിൽ ഇത്തരം അള്ളാഹു ഹറാമാക്കിയ, പ്രവാചകൻ നിഷിദ്ധമാക്കിയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ മക്കളുടെ വിവാഹത്തിന്റെ സമയങ്ങളിൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്ക് ആർജവത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കണം. പിന്നെ പറയൽ എന്താണ്? ഈ ഒരൊറ്റ ദിവസമല്ലേ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ്. ആ ഒരൊറ്റ ദിവസം സംഗീതത്തിന്റെ കൂടെ ആടിയുളയുന്ന സമയത്ത് സഹോദരന്മാരെ, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും കൂടി ആലോചിക്കണം. ഹറാം കേട്ടുകൊണ്ട്, ഹറാം ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് യാത്രയാകുന്ന ഒരു അവസ്ഥയല്ലേ. കാറുകളിൽ ഈ ഹറാമുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. എവിടെയും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നിസാരമായി ഒരിക്കലും കാണുവാൻ പാടുള്ളതല്ല സഹോദരന്മാരെ. അതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരദൂഷണവും ഏഷണി പറയലും. ഇത് വ്യാപകമാണ്. എന്നാലും അത് കേൾക്കാനും പറയാനും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെയാണ് ആളുകൾ അങ്ങനെയാണ് ശീലിച്ചു കൊണ്ടിരിക്കുന്നത്.
മറ്റുള്ളവന്റെ അഭിമാനത്തെ കളഞ്ഞു കുടിക്കുക, അന്യരെ കുറിച്ച് അവന്റെ അഭാവത്തിൽ പലതും അവനെ കുറിച്ച് പറയുക. അള്ളാഹു പറഞ്ഞത് ഖുർആനിലെ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്തിന്റെ 12-ാമത്തെ വചനമാണ്. വിശ്വാസികളോട് അള്ളാഹു പറയുകയാണ്, അല്ല, നിങ്ങൾ മറ്റുള്ളവനെ കുറിച്ച് ഗീബത്ത് പറയുകയാണ്. ഗീബത്ത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ മരിച്ച സഹോദരന്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുക്കുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇല്ല, ആർക്കും ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. അതേപോലെ അതിനേക്കാളും ഗൗരവമുള്ള വിഷയമാണ് മറ്റുള്ളവനെ കുറിച്ച് ഗീബത്ത് പറയുക. അതേപോലെ തന്നെയാണ് ഏഷണി പറയുക. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂൽ ചോദിക്കുകയാണ്, അതദ്റൂന മൽ ഗീബ, എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാക ബിമാ യക്റഹു, തന്റെ സഹോദരന് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാം. അങ്ങനെയാണല്ലോ, അവന് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ നമ്മൾ പറയാം, മറ്റുള്ളവനെ വെറുപ്പിക്കുന്ന തരത്തിൽ അവന്. എന്നിട്ട് സഹാബികൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ അയാളെ കുറിച്ച് പറഞ്ഞാൽ അയാൾ ചെയ്ത കാര്യമാണല്ലോ, എന്നിട്ട് പറഞ്ഞൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ ചെയ്ത കാര്യമാണെങ്കിൽ എങ്ങനെ? ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ കളവ് നടത്തി, അയാൾ കളവ് നടത്തി എന്നിട്ട് നാട് മുഴുവനും പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്, ആ മനുഷ്യനെ തിരുത്തി കൊടുക്കുകയാണ്. സഹോദര, നീ ചെയ്തത് വലിയ തെറ്റാണ്, അല്ലാതെ 4 ആളുകളോട് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, 4 ആളുകളോട് പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ മനുഷ്യനെ കൊണ്ട് നീ തിരുത്തിക്കുകയാണ് വേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ അത് ചെയ്താൽ, അത് ചെയ്തതാണെങ്കിൽ നീ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് എന്താണ്? ഗീബത്താണ്. ആ മനുഷ്യൻ ചെയ്യാത്തതാണ് പറഞ്ഞതെങ്കിലും നീ പറയുന്നത് കളവാണ്. അത് രണ്ടും പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത്ര ഗൗരവമുള്ള വിഷയമാണിത്. നിസ്സാരമായി കാണേണ്ടതല്ല, വളരെ ഗൗരവത്തിൽ നിസ്സാരമായി തള്ളേണ്ട വിഷയമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. മനസ്സിലായില്ലേ? ഒരു മുസ്ലിമിന് വെറുപ്പുള്ള എന്തെങ്കിലും, ഒരുപക്ഷെ ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ, അയാളോട് ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുന്നു, അയാൾ അതിനെ വെറുക്കുന്നു, അത് തെറ്റല്ല, അത് തെറ്റല്ല. അതല്ലാതെ അങ്ങനെയല്ലാത്ത തരത്തിൽ ആ മനുഷ്യൻ അയാൾ ചെയ്തിരിക്കുന്ന തെറ്റ്, ഒരുപക്ഷെ അയാൾ കളവ് നടത്തിയിട്ടുണ്ടാവാം, ആ കളവ് നടത്തി അയാൾക്ക് ബോധ്യപ്പെട്ടു ഞാൻ ചെയ്തത് തെറ്റാണ്, കുറ്റമാണ്. അയാൾ പലിശ വാങ്ങി, അയാൾക്ക് ബോധ്യപ്പെട്ടു ഞാൻ വാങ്ങിയ പലിശ എന്നുള്ളത് തെറ്റാണ്, അയാൾ ഇസ്തിഗ്ഫാർ ചെയ്തു. പക്ഷേ നമ്മളിൽ പല ആളുകളും അയാളെ കുറിച്ച് ആളുകൾക്ക് എന്തെങ്കിലും പറഞ്ഞു നടക്കും. അയാൾ ഇസ്തിഗ്ഫാർ ചെയ്താലും ആളുകൾക്കിടയിൽ എന്താണ്? അയാൾ കള്ളനാണ്, അയാൾ പലിശ വാങ്ങുന്നവനാണ്. അങ്ങനെയായി തീരും സഹോദരന്മാരെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റദ്ദ അലാ ഗിർദി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിൻ നാർ യൗമൽ ഖിയാമ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നത് തടഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തെ അല്ലാഹുവിന്റെയും കാത്തുരക്ഷിക്കുമെന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരാൾ തിന്മ ചെയ്താല് അയാളോട് പറഞ്ഞത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് വേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? അയാൾ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കലാണ്, അയാൾ നന്മയിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് സഹോദരന്മാരെ. ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഗൗരവമുള്ള വിഷയമായിട്ട് എന്ത് ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ പോകുന്ന സമയത്ത് സ്വഹാബികളോട് പറയാണ്, ഇതാ ഈ ഖബറിലുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ ശിക്ഷക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവർ രണ്ടുപേരും ശിക്ഷയ്ക്ക് വേണ്ടി വിധേയമായിട്ടുള്ളത് വലിയ കുറ്റത്തിന്റെ പേരിലല്ല. ഒന്നാമത് പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ അയാൾ എന്താണ്? മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാത്തവനാണ്. ഒരുള്ള വിഷയമാണത്. മൂത്രമൊഴിക്കുമ്പോൾ അത് വൃത്തിയാക്കാത്തവനാണ്, മറ സ്വീകരിക്കാത്തവനാണ്. രണ്ടാമത്തെ മനുഷ്യനുണ്ടല്ലോ, യംശി ബിൻ നമീമ,
നമീമത്ത് പറഞ്ഞു നടക്കുന്ന മനുഷ്യനായിരുന്നു. ദുനിയാവിൽ നമീമത്ത് പറഞ്ഞു നടക്കുന്ന മനുഷ്യനായിരുന്നു. മറ്റുള്ളവന്റെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അല്ലേ, അങ്ങനെയാണല്ലോ രഹസ്യങ്ങൾ എന്ത് ചെയ്യുക, ചോർത്തുക എന്നുള്ളത് പലപ്പോഴും പല ആളുകൾക്കും ഒരു ഹരമാണ്. ആരെങ്കിലും രണ്ടാളുകൾ സ്വകാര്യം പറയുന്ന സമയത്ത് മാറി നിന്നുകൊണ്ട് ആ സ്വകാര്യത്തെ ശ്രദ്ധിക്കുക, എന്നിട്ടത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇതും വലിയൊരു തെറ്റാണ് സഹോദരന്മാരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മറ്റൊരു കാര്യത്തിലൂടെ മൂന്നാമനെ മാറ്റി രഹസ്യം പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാളുകൾ നിൽക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ഒരാളെ മാറ്റി നിർത്തുക, എന്നിട്ടും അയാളോട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ മറ്റേ ആള് മാറ്റി നിർത്തപ്പെട്ട വ്യക്തി വിചാരിക്കും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്നെ കുറിച്ചാണ്. അങ്ങനെ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണത്. നിസാരമായി തട്ടേണ്ട ഒരു കാര്യമല്ല എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുന്ന സഹോദരന്മാരെ. അതേപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആൺവർഗം സ്വർണം ധരിക്കുക എന്നുള്ളത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വർണം ധരിക്കുക എന്നുള്ളത് അത് ആൺവർഗത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉഹില്ലൽ ഇനാദ ഉമ്മത്തിൽ ഹരീർ വദ്ദഹബ് വഹുരിമ അലാ ദുകൂരിഹാ, എൻ്റെ ഉമ്മത്തിലുള്ള സ്ത്രീകൾക്ക് പട്ടും സ്വർണവും ഹലാലാണ്, അവർക്ക് അനുവദനീയമാണ്. പക്ഷേ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടിട്ടുള്ള പുരുഷന്മാർക്ക് രണ്ടും എന്താണ്, ഹറാമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് പാടില്ല. അതൊരു മോതിരമാണെങ്കിലും ഒരു ചെയിനാണെങ്കിലും എത്ര ഒരു ഗ്രാമിൻ്റെതാണെങ്കിൽ പോലും സഹോദരന്മാർ അത് ഉപയോഗിക്കരുതെന്നാണ്, അത് ധരിക്കരുത് എന്നാണ് പറഞ്ഞത്. അത് ചെറിയ കുട്ടികളാണെങ്കിലും, വലിയവർക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് എന്തെയും അത് ചെറിയ കുട്ടിയല്ലെന്നാ പറയാ. അങ്ങനെയല്ല, അത് ആൺകുട്ടിയാണോ പുരുഷനാണോ അവർക്കെന്തില്ല, പാടില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നിസ്സാരമായി കാണുവാൻ പാടുള്ള കാര്യമല്ല. ഇതേപോലെ തന്നെയാണ് സ്ത്രീകൾ നീളം കുറഞ്ഞതും നേരിയതും ഇടുങ്ങിയതുമായ വസ്ത്രം ധരിക്കാം. ഇന്ന് വ്യാപകമാണത്. സ്ത്രീകളുടെ വസ്ത്രം എത്രത്തോളം ചെറുതാകുന്നുവോ അത്രത്തോളം മൂല്യം കൂടുന്നതാണ്. സ്ത്രീക്കും മൂല്യം കൂടും, അതേപോലെ തന്നെ വസ്ത്രത്തിനും മൂല്യം കൂടുന്നതാണ്. ഇങ്ങനെയാണ് മനുഷ്യരുടെ കാഴ്ചപ്പാട്. എത്രത്തോളം വലുതാകുന്ന വസ്ത്രം അത്രത്തോളം വില കുറയുന്ന, നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത് ശരിക്കും. പക്ഷെ എന്താണ്, ആളുകൾ എന്ത് ചെയ്യുക, കാണിക്കുന്ന തരത്തിൽ അല്ലേ, ഇസ്ലാമിന്റെ ശത്രുക്കൾ പടച്ചുവിട്ടിട്ടുള്ള ഫാഷൻ ഭ്രമത്തിന്റെ പിന്നാലെ പോവുകയാണ്. പലതരത്തിലുള്ള മോഡലുകൾ, പലതരത്തിലുള്ള ഡിസൈനുകൾ, പർദ്ദ പോലും അല്ലേ. നമ്മളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പർദ്ദ ധരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു, ഔറത്ത് മറക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇന്ന് പലപ്പോഴും നല്ല മാന്യമായി വസ്ത്രം ധരിച്ചു പോകുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ പർദ്ദ ധരിക്കുന്നത് പോലും അലങ്കാരത്തിന് വേണ്ടി, അത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ധരിച്ചു കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ എവിടത്തേക്കാണ് എത്തുന്നത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. തട്ടം പോലും മര്യാദയ്ക്ക് തലമറക്കാൻ പറ്റാത്ത തരത്തിൽ, തലമറച്ചാൽ കഴുത്ത് മറയാത്ത രീതിയിൽ, കഴുത്ത് മറച്ചാൽ മാറിടം മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്കാർഫുകൾ ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകളെ കാണുവാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 59-ാമത്തെ ആയത്ത് എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. റസൂലോട് പറയാണ്, ഓ നബിയേ, നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും മുഅ്മിനീങ്ങളായിട്ടുള്ള സ്ത്രീകളോടും പറയുക. അവരോടാണ് പറയേണ്ടത്. എന്താണ്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ വസ്ത്രം മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ എന്നാ പറഞ്ഞത്. മാറിടത്തിലേക്ക് എന്തിനു വേണ്ടിയാണ്? ദാലിക അദ്നാ യുഅറഫന ഫലാ യുദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണെന്നാണ്. ഇന്ന് നിക്കാബിട്ടാൽ പറയൽ എന്താണ്? ഒരു തിരിച്ചറിയില്ല വേണ്ടെന്നാ. അങ്ങനെയാണ് മുസ്ലിം സ്ഥാപനങ്ങളിൽ വരെ ഇനി കൃത്യമായി തലമറച്ച് മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട വസ്ത്രമാണെങ്കിൽ, അവരുടെ വസ്ത്രമാണെങ്കിലും അത് പാടില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ പെൺമക്കൾ ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള
മാരടത്തിലേക്ക് താഴ്ത്തിയിടുന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അതല്ലാതെ ചെറിയ പേരിന് വേണ്ടി അല്ലെ മുസ്ലിമാണ് എന്ന് പറയാൻ കഴുത്തിനെന്താ ഈ ഒരു ഷാളിടുക? കഴുത്തിന് ഷാളിട്ട എന്താണ്? ഓൾ മുസ്ലിം. കഴുത്തിന് ഷാളിട്ടിട്ടില്ലേ ഓൾ മുസ്ലിം അല്ല. ഇതാണ് അടയാളം അല്ല. ഇസ്ലാം പഠിപ്പിച്ച് കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഗൗരവമുള്ള വിഷയമാണ്. അവിടെ ചെറിയ കുട്ടിയല്ലേ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതാണ് അവൾ ചെറിയ കുട്ടിയല്ലേ. നമുക്കൊരു പക്ഷെ ചെറിയ കുട്ടിയായിരിക്കാം, അന്യർക്കും തന്നെ ചെറിയ കുട്ടിയല്ല. അവൾ പ്രായപൂർത്തിയെത്തിയ കുട്ടിയാണ്. അവൾ കൃത്യമായി മറച്ചിരിക്കണം. അവൾ കൃത്യമായി മറച്ചിരിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഫാഷന്റെ പിന്നാലെയല്ല പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില വിഭാഗം ആളുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണെന്നാണ്. എത്ര കൃത്യമെന്നറിയാം. ചില ആളുകളെ കണ്ടാൽ അങ്ങനെയാണ്. വളരെ ദൂരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ വസ്ത്രം ധരിച്ചോ ഇല്ലയോ എന്ന് പോലും സംശയിച്ചു പോകും. കാരണം എന്താണ്? ശരീരത്തിന്റെ ആകൃതി പോലെയുള്ള അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മറ്റുള്ള ആകർഷിപ്പിക്കപ്പെടുന്ന തരത്തിൽ വസ്ത്രം ധരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല വേണ്ട സഹോദരന്മാരെ. മറിച്ച് കൃത്യമായി മറയുന്ന, അവരുടെ ശരീരഭാഗങ്ങൾ കൃത്യമായി മറയുന്ന ലൂസുള്ള വസ്ത്രമാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിലർ എന്നിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ പോലെ, ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നത് പോലെ ആ സ്ത്രീകൾ അങ്ങനെ നടക്കും. അവർക്ക് എന്താണ്? അവർക്ക് സ്വർഗമില്ല. സ്വർഗത്തിന് അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും ഇല്ല എന്നാണ്. മുടി എന്തയ്യ വല്ലാത്ത വലിയ എന്തയ്യ കെട്ടിവെക്കുക, എന്നിട്ട് ചാഞ്ഞും ചെരിഞ്ഞും നടക്കുക. കാരണം എന്താണ്? അത് ആളുകൾ ശ്രദ്ധിക്കുക. അതൊക്കെ വേണ്ട എന്നാണ് പലപ്പോഴും പറയാറുള്ളത് ആളുകൾ. സഹോദരന്മാർ, ഇതൊന്നും നിസ്സാരമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. അതേപോലെ തന്നെയാണ് സ്ത്രീ പുരുഷന്മാർ പരസ്പരം സാദൃശ്യമാകുക. അത് വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നോക്കിയട്ടെ. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ത് ചെയ്യാൻ? പുരുഷന്മാരുടെ വസ്ത്രം ഇട്ട് നടക്കുക. ആണാണോ പെണ്ണാണോ തിരിയാത്തൊരു കോലത്തിൽ, ആണാണെങ്കിൽ സ്ത്രീയുടെ കോലത്തിലേക്ക് നടക്കുന്നൊരവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അതേപോലെ തന്നെ വേഷം ധരിക്കുന്ന പുരുഷനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തരം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. റസൂൽ അങ്ങനെ ശപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, പുരുഷന്റേതായ വേഷമുണ്ട്, സ്ത്രീക്ക് സ്ത്രീയുടേതായ വേഷമുണ്ട്. ആ വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം ധരിക്കുന്ന ഒരു അവസ്ഥ സഹോദരന്മാരെ ഉണ്ടാകുവാൻ പാടില്ല എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം നമ്മളൊക്കെ വിചാരിക്കുന്ന തരത്തിൽ ഇതൊക്കെ നിസ്സാരാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്ത് എന്താണ് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ നാഥൻ സകല തിന്മയിൽ നിന്ന് മാറി നല്ലൊരു ജീവൻ നയിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. വളരെ നിസ്സാരമായി കരുതുന്ന പല തിന്മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ അതിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി അദാബൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അരികിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണെന്ന് പറഞ്ഞാൽ അൽ മുസവ്വറൂൻ. അവരെന്താണ്? അവർ ചിത്രം വരയ്ക്കുന്ന ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചിത്രം വരയ്ക്കുന്ന കോഴ്സിൽ എന്ത് ചെയ്യണം? മക്കളെയൊക്കെ അതൊരു കോഴ്സാണ്, അത് പഠിക്കട്ടെ. സംഗീതം പഠിക്കുന്ന കോഴ്സിന് നമ്മുടെ മക്കളെ അയക്കാം. എവിടേക്കാണ് അയക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ വസ്തുവിലേക്കാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ചിത്രം വര
ജീവനുള്ളതിന്റെ ചിത്രം വരയ്ക്കുന്നത് എന്താണ്, തെറ്റാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിനിങ്ങനെ എന്ത് ചെയ്യാണ്, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കളിയാക്കുക. എന്താണ്, പരലോകത്ത് എന്ത് ചെയ്യുക, ആ വരച്ച ചിത്രങ്ങൾ എന്ത് ചെയ്യുക, ജീവൻ വെക്കാൻ വേണ്ടി പറയുന്ന അള്ളാഹു. അത് റസൂല് പഠിപ്പിച്ചതാണ്, അതങ്ങനെ ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അപ്പൊ നമ്മളാണെങ്കിലും നമ്മുടെ മക്കളോടാണെങ്കിലും ഈ കാര്യം സഹോദരന്മാരെ വളരെ ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, എല്ലാ ചിത്രം വരക്കുന്ന ആളുകൾ എന്താണ്, നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചു. അത് റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായ കാര്യമില്ല. നമ്മുടെ അമലുകൾ ബാത്തിലാക്കപ്പെടുന്ന കാര്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് അതിനാൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയം ഇത് തന്നെയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ കുൻത ലാ ബുദ്ദ ഫാഇലൻ ഫസ്നഇ ശജറ വമാ ലാ റൂഹ ഫീഹി. നിനക്ക് വളരെ അത്യാവശ്യമായി ചിത്രം വരക്കാനുണ്ടെങ്കിൽ നീ വല്ല മരത്തിൻ്റെയോ മറ്റോ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുക. അതിലെന്തില്ല, റൂഹില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സഹോദരന്മാരെ. വീടുകളിൽ മരിച്ചവരുടെ ഫോട്ടോ വെക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ, അത് സിനിമാ നടിമാരാണെങ്കിലും അതേപോലെ തന്നെ സ്പോർട്സിൽ ആളുകളാണെങ്കിലും ശരി, അവരുടെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. ചില ആളുകൾക്ക് എന്താണ്, ചിത്രപ്പണി തന്നെ എന്താണ്, ഹോബിയാണ്. ഇസ്ലാം അനുവദിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ എന്ത് ചെയ്യാം, വരയ്ക്കാം. അതല്ലാത്ത തരത്തിലുള്ള വരകൾ സഹോദരന്മാരെ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ തസാബിർ. നായയുള്ള ചിത്രങ്ങളുള്ള വീടുകളിലേക്ക് നിന്നുണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്നാണ്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചില വീടുകളിൽ ഷോക്കേസുകളിൽ വരെ ഇത്തരം പ്രതിബിംബങ്ങൾ എന്തുണ്ട് വെച്ചിട്ടുണ്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടി. നമ്മളിൽ പലരുടെയും ഒരുപക്ഷെ നമ്മുടെ സഹോദരന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വിവാഹത്തിന്റെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്തുകൊണ്ട് എന്തെയും പിന്നെ ഷെൽഫിൽ വെക്കുന്നവരുണ്ട്, ഷോക്കേസിൽ വെക്കുന്നവരുണ്ട്. എന്താണ്, ആളുകൾ കാണാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്, അത്തരം വീടുകളിലേക്ക് ഉണ്ടാവില്ല, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കില്ല എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന് കഴിവിന്റെ പരമാവധി നമ്മൾ സൂക്ഷിക്കണം. ഏതൊക്കെ തരത്തിൽ തിന്മ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മയാണെന്ന് മനസ്സിലായാൽ അത് എത്ര ചെറുതാണെങ്കിലും ആ തിന്മയിൽ നിന്നും നമ്മൾ മാറി നിൽക്കാൻ കഴിയണം, സാധിക്കണം. അത് നിസ്സാരമായി ഒരിക്കലും കാണരുത് സഹോദരന്മാരെ. റഹ്മാനായ നാഥൻ അങ്ങനെ തിന്മയിൽ നിന്ന് മുഴുവനും മാറി നിൽക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നന്മ ചെയ്ത് മുന്നേറുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യപ്പെട്ടവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ കഴിയുന്നവർ. അള്ളാഹുവെ അവർക്ക് നീ ആരോഗ്യം നൽകി അനുഗ്രഹം ചെയ്യുമാറാകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും ഞങ്ങളെ നീ അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹം ചെയ്യുമാറാകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.